മഴയാണ് പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ 2, 3, 4 ദിവസമായിട്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജില്ലകളിലൊക്കെ പല സ്ഥലങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബാംഗ്ലൂരെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി മഴ വളരെ കുറവാണ്. 2 മാസമായിട്ട് 1, 2 മഴ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഈ ഒരു വെസ്റ്റേൺ ഗാർഡ്സിലായിട്ട് പോലും ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഇഷ്യൂ കാരണം ആണെന്ന് തോന്നുന്നു. ഇവിടെ കിട്ടുന്ന മഴയുടെ ലഭ്യത വളരെ കുറവാണ്. ചിലപ്പോൾ വരും മാസങ്ങളിൽ ചിലപ്പോൾ ഇവിടെ മഴ കിട്ടാനും സാധ്യതയുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ വിഷയം അതല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എല്ലാ വർഷങ്ങളും ഫ്ലഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എമർജ് ചെയ്ത് വരുന്നു എന്നത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. സാധാരണ എല്ലാ നല്ല കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളപ്പൊക്കം ചെറിയ രൂപത്തിലുണ്ടാകും. അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറും, വീടുകൾ പൊളിഞ്ഞു പോകും, പാലങ്ങൾ പോകും. ഇതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ ആ സ്വാഭാവികതയോടൊപ്പം തന്നെ ചില അസ്വാഭാവികമായ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ ഗവൺമെൻറ്റുകൾ അത് ഫലപ്രദമായിട്ട് മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ നാട്ടിലെ റിവർ മാനേജ്മെൻറ്റും വാട്ടർ ഗവേണൻസും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ മാറ്ററാണ്. പക്ഷേ ആരും ചെയ്യുന്നില്ല, അത് ശരിയാവിധം അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഉരുൾപൊട്ടൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അവിടെ കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. എന്നാലും ഉരുൾപൊട്ടി കഴിഞ്ഞാൽ ആ വെള്ളം വളരെ പെട്ടെന്ന് പുഴകളിലൂടെ നേരെ അതിൻ്റെ വാട്ടർ സപ്ലൈ കറക്റ്റായി നേരെ കടലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻ. അത് നമുക്ക് കുറച്ചൊക്കെ എന്ത് ചെയ്യാം, അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ഡാമേജ് മിനിമൈസ് ചെയ്യാൻ പറ്റും. എന്നാലും മറ്റു ചില നമ്മുടെ സ്ഥിരമായിട്ട് ഫ്ലഡ്, ഉരുൾപൊട്ടലൊന്നല്ലാതെ മഴ പെയ്താൽ തന്നെ സ്ഥിരമായിട്ട് ഫ്ലഡ് ഉണ്ടാകുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം വാട്ടർ ഗവേണൻസ് കൃത്യമായി നടപ്പിലാക്കാത്തതാണ് എന്ന് നമുക്ക് ചില 2, 3 ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ 2018 ശേഷം മുതലാണ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് വെള്ളം ഉയർന്നു വരുന്ന, വെള്ളം വന്ന് ഫ്ലഡ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രൈമറി റീസൺ? ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കരുവാരകുണ്ടാണ്, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാടൊക്കെ കരുവാരകുണ്ടാണ്. അപ്പോൾ അവിടെ ഞങ്ങളൊരു 10 കൊല്ലം മുമ്പ് ഞങ്ങളവിടെ ഒരു ആ ചെറുമുമ്പ് എക്കോ വില്ലേജിന് മുമ്പിൽ നല്ലൊരു പുഴയുണ്ട്. അവിടെ അന്ന് ചെറിയ ബോട്ട് സവാരിയൊക്കെ അവിടെ ഉണ്ടാക്കിയിരുന്നു. ഏതായാലും ആ എക്കോ വില്ലേജിൻ്റെ ഒരു കഥ പറയാം. അപ്പോൾ ഞങ്ങൾ പണ്ടൊരു 10 കൊല്ലം മുമ്പ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ മദ്രസ സ്കൂളൊക്കെ അവധിയാകുന്ന സമയത്ത് അവിടെ ഉള്ള ചെറിയ പാലുണ്ട്. ആ പാലത്തിന് മുകളിൽ നിന്ന് അതിലേക്ക് എടുത്ത് ചാടി കുളിച്ച് നീരാടുന്ന അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ കഴിഞ്ഞ 2, 3, 4 വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ആ പുഴകളിലൊന്നും വെള്ളമില്ല. പുഴകളിൽ വെള്ളമില്ലാത്തതല്ല, അതിൽ കഴിഞ്ഞ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ മണ്ണ് ഒരുപാട് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ഈ അടിഞ്ഞു കൂടിയ മണ്ണ് ഒരിക്കലും എന്ത് ചെയ്യില്ല, അവർ നീക്കം ചെയ്യില്ല. മണലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മണൽ ഓരോ പഞ്ചായത്തുകളും ഓരോ ഭരണസമിതികളും അല്ലെങ്കിൽ ജലവകുപ്പൊന്നും കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് ഈ മണ്ണ് എടുത്ത് കളില്ല. ഇപ്പോൾ അവിടുന്ന് ആ പാലത്തു നിന്ന് അവിടേക്ക് ചാടി കുളിക്കാനുള്ള ആഴൊന്നും ആ പുഴയ്ക്കില്ല. അതായത് മുട്ടോളം വലിപ്പം മാത്രമേ ആ പുഴയ്ക്കുള്ളൂ എന്ന് പറയുമ്പോൾ എത്രത്തോളം ആഴത്തിലേക്ക് ഈ മണ്ണും ചളിയും ഒക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഉരുൾപൊട്ടുന്ന സമയത്ത് ഈ മണ്ണൊക്കെ എന്ത് ചെയ്യും, ആ വെള്ളത്തിൽ അടിഞ്ഞു കൂടുകയാണ്. സ്വാഭാവികമായിട്ട് പിന്നെ അടുത്തൊരു മഴ ഉണ്ടാകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ പുഴയുടെ വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി വളരെ കുറഞ്ഞു വരും. ഈ വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് നേരെ അത് സമീപ പ്രദേശങ്ങളിലേക്ക്, റോഡുകളിലേക്കും എന്ത് ചെയ്യും, നല്ല മഴ പെയ്യുമ്പോൾ ഫ്ലഡായിട്ട് അടിച്ചു കയറുകയും ചെയ്യും. ഇതാണ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു ചെറിയ ഇഷ്യൂ. ഇതൊരു ചെറിയ കാര്യമാണെന്ന് നമ്മൾ പറയുമ്പോഴും ഇത് നമ്മുടെ നാട്ടിൽ ഫ്ലഡ് ഉണ്ടാകാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിലെ പുഴകളിൽ ഒരു 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന അതേ വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി ആണോ ഇപ്പോഴുള്ളത് എന്ന് എന്ത് ചെയ്യുക, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതുള്ളൂ. ഇനി മറ്റൊന്ന്, നമ്മൾ ഡ്രെയിനേജ് പ്രധാനപ്പെട്ട ഒരു കീ ഏരിയയാണ്. നമ്മൾ അധികാരം കണക്കാക്കാതെ നമ്മളൊക്കെ ഫുട്പാത്തിൻ്റെ താഴെ കൂടി ഡ്രെയിനേജ് പാസ് ചെയ്യുന്നുണ്ടാവും. ഈ ഡ്രെയിനേജ് പാസ് ചെയ്യുന്ന സമയത്ത് ആ ഡ്രെയിനേജിൽ ഓരോ വർഷം അത് കറക്റ്റ് ക്ലീനിങ് ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെ PWDയോട് പറഞ്ഞിട്ടോ ഒക്കെ കംപ്ലീറ്റ് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഡ്രെയിനേജുകളും ക്ലീൻ ആക്കാൻ പറഞ്ഞാൽ അത് നടക്കൂല. അത് സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയി കഴിഞ്ഞാൽ നടക്കൂല. അതിന് പകരം അത് ഡിസെൻട്രലൈസ്ഡ് സിസ്റ്റമാക്കി ഓരോ പഞ്ചായത്തുകളും അവരുടെ പഞ്ചായത്തുകളിലെ പ്രധാനപ്പെട്ട മേജർ ഡ്രെയിനേജുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അത് ക്ലീൻ ചെയ്യുക. ഓരോ മൺസൂണിൻ്റെ സീസൺ വരുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്താൽ തന്നെ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന ഫ്ലഡ് പരമാവധി കുറക്കാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊന്ന്, നമ്മൾ റോഡും ഡ്രെയിനേജും തമ്മിലുള്ള കണക്ടിവിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് കൂടി നോക്കണം. ഉദാഹരണത്തിന് നമ്മുടെ റോഡുണ്ടാവും, അതിന് ചുറ്റുഭാഗത്തും ഡ്രെയിനേജ് പാസ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഈ റോഡിൽ നിന്ന് ഡ്രെയിനേജിലേക്ക് പോകുന്ന ചെറിയ ചെറിയ ഹോൾ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ കുറച്ച് ഹൈറ്റിലാക്കാൻ വെച്ചിട്ടുണ്ടാകും. അതായത് വെള്ളം
റോഡിൽ നിറഞ്ഞാലും ഡ്രെയിനേജിലേക്ക് എന്ത് ചെയ്യില്ല, വെള്ളം പാസ് ചെയ്യില്ല. നിങ്ങൾ സൂക്ഷ്മമായിട്ട് ഈ നമ്മുടെ നാട്ടിലുള്ള റോഡുകളൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഡ്രെയിനേജിലേക്കുള്ള കണക്ടിവിറ്റി ഉണ്ടാവില്ല. സ്വാഭാവികം എന്താ, റോഡിൽ വെള്ളം മഴ പെയ്താൽ റോഡിൽ വെള്ളം കയറും, ആ വെള്ളം എന്ത് ചെയ്യില്ല, ഡ്രെയിനേജിലേക്ക് പാസ് ചെയ്യില്ല. അതോടൊപ്പം തന്നെ ഡ്രെയിനേജിലേക്ക് ഇനി പാസ് ചെയ്താൽ തന്നെ ഈ ഡ്രെയിനേജിൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പുഴയുടെ വാട്ടറും ക്യാരിങ് കപ്പാസിറ്റിയുടെ അതേപോലെ തന്നെ ഡ്രെയിനേജിൻ്റെ ഒരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. ആ ക്യാരിങ് കപ്പാസിറ്റി കറക്റ്റ് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അതിലുള്ള മണ്ണും ഇതൊക്കെ ഓരോ വർഷങ്ങളിലും ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി എന്ത് ചെയ്യണം, നമ്മൾ പരിശോധിക്കണം. ഇത് രണ്ടും കറക്റ്റ് നടന്നാൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള കുറേയൊക്കെ ഫ്ലഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലാതെ ക്ലൈമറ്റ് ചേഞ്ച് മുഖേന ഉണ്ടാകുന്ന ഫ്ലഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇതൊക്കെ എന്ത് ചെയ്യാം, കുറേയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓരോ വർഷം ചെയ്യേണ്ടതാണ്. ഇത് നേരവണ്ണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ ബോഡീസിന് എന്ത് ചെയ്യണം, അതിനുവേണ്ട ഫണ്ട് വേണം, അതിനുവേണ്ട ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. അത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോ, അത് കൊടുത്തു കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യാം, ഇതിലൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്യാന്നല്ലാതെ നമ്മൾ ഉരുൾപൊട്ടുന്നതും മറ്റ് ആശങ്കകളൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മളൊക്കെ നാച്ചുറൽ റിസോഴ്സിനെ ബ്ലെയിം ചെയ്യുന്നത് കൊണ്ടോ മഴയെ ബ്ലെയിം ചെയ്യുന്നത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ചെറിയ 2-3 കാര്യമാണ്. ഞാൻ എപ്പോഴും റോഡിലൂടെ യാത്ര പോകുമ്പോഴും സഞ്ചരിക്കുമ്പോഴും അതുപോലെ നമ്മൾ ഫുട്പാത്ത് പരസ്പരം കണക്റ്റഡ് ആണോ, അതുപോലെ നമ്മൾ ഡ്രെയിനേജ് ഫുള്ള് ക്ലീൻ ആൻഡ് നീറ്റ് ആണോ, അതായത് അതിലൂടെ വെള്ളം കറക്റ്റ് ഒഴുകി പോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നന്നായി നോക്കാറുണ്ട്, പ്രത്യേകിച്ച് പുഴകളൊക്കെ. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ്, നമ്മുടെ പുഴകളിലൊക്കെ എന്ത് ചെയ്യും, വേസ്റ്റ് നന്നായിട്ട് ഡംപ് ചെയ്യും. അതുപോലെ പുഴയുടെ സുഗമമായ ഒഴുക്ക് എന്ത് ചെയ്യില്ല, അത് ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള പല നിർമ്മാണങ്ങൾ നടക്കും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പുഴകളിൽ വരുന്ന അടിഞ്ഞു കൂടുന്ന മണ്ണുകൾ അല്ലെങ്കിൽ മണലുകൾ അത് നേരാവണ്ണം ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഓരോ ലോക്കൽ ബോഡീസിനും കിട്ടുന്ന ഒരു റവന്യൂ റിസോഴ്സ് കൂടിയാണ്. അത് വിവാദങ്ങൾ ഉണ്ടാക്കാതെ ഓരോ പഞ്ചായത്തുകൾക്കും കറക്റ്റ് നല്ല സോഷ്യൽ ഓഡിറ്റൊക്കെ നടത്തിക്കൊണ്ട് അത് കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. നല്ല മണൽ വാരരുത്, മണ്ണ് വാരരുത് എന്ന് പറഞ്ഞ് ആ ഒരു നിയമം ഒരു പരിധി കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിന്, നമ്മുടെ നാടുകൾക്ക്, നമ്മുടെ നാട്ടുകാർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായ ഒരു നിയമമായിരിക്കണം. മണൽ വാരാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം വന്നതോടുകൂടി ഈ അടിഞ്ഞു കൂടുന്ന മണലൊക്കെ വാരിയാൽ മാത്രമേ വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമാവുള്ളൂ. ഇത് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വാട്ടർ ഗവേണൻസിൻ്റെ ഏറ്റവും കീ പോയിൻ്റാണ്, കീ ഫോക്കസ് ഏരിയയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെയൊക്കെ ചുരുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, പക്ഷേ ഇപ്പോൾ ഓരോ ദിവസം ഓരോ മഴ പെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ നല്ലൊരു മഴ പെയ്താൽ പിറ്റേന്ന് സ്കൂൾ അവധി, നല്ലൊരു മഴ പെയ്താൽ പിറ്റേന്ന് സ്കൂൾ അവധി. അതിൻ്റെ കാരണം വെച്ചാൽ ഫ്ലഡ് ഉണ്ടാവുകയാണ്, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊക്കെ വെസ്റ്റേൺ ഗാർഡ്സിലാണ് ഉള്ളത്. സ്വാഭാവികമായിട്ട് വളരെ വിൾണറബിൾ ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നിർമ്മാണ വിഷയങ്ങളിലൊക്കെ വളരെ വിൾണറബിൾ ഒരു ഏരിയ തന്നെയാണ്. എന്നാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില ഏരിയകളൊക്കെ മാനേജ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ ഇതൊക്കെ നമുക്ക് ചുരുക്കി കൊണ്ടുവരാൻ പറ്റും, മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്.